എല്ലാവർക്കും നമസ്കാരം. എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റ്, കൊമേഴ്സ് ഈ 4 വിഷയം പഠിച്ചവർ, അത് UG ആയിക്കോട്ടെ PG ആയിക്കോട്ടെ, നിങ്ങൾ ഇനി ചിന്തിക്കുകയാണ് ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന, കോമൺ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന 3 കോഴ്സുകളുണ്ട്. ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ റിസർച്ച് ഓഫീസർ. 2, ഇനി വരാൻ പോകുന്ന നമ്മൾ നോട്ടിഫിക്കേഷൻ ഓർഡറിൽ പ്രതീക്ഷിക്കുന്ന റിസർച്ച് അസിസ്റ്റന്റ്. 3, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്. ഇന്ന് റിസർച്ച് ഓഫീസറിന് കുട്ടി വീണ്ടും അഡ്മിഷൻ എടുത്തു. മനസ്സിലാക്കേണ്ട കാര്യമാണ്, എക്സാം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു കുട്ടി പറയുകയാണ്, സാർ എനിക്ക് റിസർച്ച് ഓഫീസറിൻ്റെ കോഴ്സ് വേണം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അപ്പോൾ നല്ല അല്ലെങ്കിൽ ലോങ് ഡേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ നേരത്തെ മുൻകൂട്ടി ഫോക്കസ്ഡായിട്ട് പഠിച്ച് ഉറപ്പായിട്ട് ജോലി നേടാൻ പറ്റും. അല്ലാതെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ കൺഫർമേഷൻ വരുമ്പോഴോ അല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ പഠിച്ചു തുടങ്ങണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ലോങ് ഡേ ബാച്ച് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചവരും വേറെ സ്ഥാപനത്തിൽ പഠിച്ചവരൊക്കെ ജോയിൻ ചെയ്തു. മാത്രമല്ല, നമ്മുടെ റാങ്ക് ഫയൽ ആവശ്യക്കാരണം കൂടി വരികയാണ്. ഓരോ ദിവസവും റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അവർ പർച്ചേസ് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ കോഴ്സും വേണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നന്നായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ ജോയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞ് ഇത്രയും കുട്ടികൾ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഇതാ റിസർച്ച് ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, വീണ്ടും കുട്ടികൾ ജോയിൻ ചെയ്യുകയാണ്. നിങ്ങളോട് പറയട്ടെ, ഈ 3 പരീക്ഷയെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് സെൽഫായിട്ട് പഠിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ ഏത് രീതിയാണെങ്കിൽ പോലും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ് ഈ 3 പരീക്ഷയ്ക്ക് പഠിക്കുക. നന്നായി പഠിക്കുക, ഫോക്കസ്ഡ് പഠിക്കുക. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നന്നായി പഠിച്ചാൽ എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം മാസ്റ്റർ കെ അക്കാഡമിൻ്റെ എല്ലാ കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. ഏത് കോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ മതി, എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. അതിൽ 2 കോഴ്സുകൾക്ക് ഏതൊക്കെയാ? സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനും റിസർച്ച് ഓഫീസറിനും റാങ്ക് ഫയലും അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ പഠിക്കണം. നിങ്ങൾക്ക് ലക്ഷ്യം വെക്കാൻ 3 കോഴ്സുകളുണ്ട്. ആ 3 കോഴ്സിന് പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. ഉറപ്പായിട്ട് ജോലി കിട്ടും. നേരത്തെ കൂട്ടി പഠിച്ചു തുടങ്ങണം. നോട്ടിഫിക്കേഷൻ വരുമ്പോഴല്ല, കൺഫർമേഷൻ വരുമ്പോഴല്ല, ഇത് മുൻകൂട്ടി നോട്ടിഫിക്കേഷൻ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പം ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. താങ്ക് യു.